ഇടുക്കി മെഡിക്കൽ കോളേജിലേക്കുള്ള റോഡും KSCB സബ്സ്റ്റേഷനും ഉടൻ നിർമ്മാണത്തിലേക്ക്. തടസ്സങ്ങൾ നീങ്ങിയെന്നും 15 ദിവസത്തിനകം ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുമെന്നും റോയ് കെ പൗലോസ് MLA ചെറുതോണിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി മെഡിക്കൽ കോളേജിലേക്കുള്ള റോഡുകളുടെയും KSCB സബ്സ്റ്റേഷന്റെ നിർമ്മാണവും ഉടൻ ആരംഭിക്കുമെന്ന് റോയ് കെ പൗലോസ് MLA ചെറുതോണിയിൽ പറഞ്ഞു. ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് തടസ്സങ്ങൾ പരിഹരിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 2023 ഇടുക്കി മെഡിക്കൽ കോളേജിലേക്കുള്ള റോഡിന് 16.2 കോടി രൂപയും കോളേജ് ക്യാമ്പസിൽ സബ്സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിന് 11 കോടി രൂപയും അനുവദിച്ചെങ്കിലും നിർമ്മാണം നടത്തിയില്ല. ഭരണാനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് മുടങ്ങിക്കിടന്ന ഫണ്ട് മന്ത്രി ഇടപെട്ട് പുനഃസ്ഥാപിക്കുകയും AS-ഉം TS-ഉം ലഭ്യമാക്കി 15 ദിവസത്തിനുള്ളിൽ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുമെന്നും ഉടൻ നിർമ്മാണം ആരംഭിക്കുമെന്നും MLA വ്യക്തമാക്കി. നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി അടുത്ത മാസം 18-ന് ആരോഗ്യവകുപ്പ് മന്ത്രി K മുരളീധരൻ ഇടുക്കിയിലെത്തുമെന്നും MLA പറഞ്ഞു. നിർമ്മാണ ഏജൻസിയായ കിഡ്കോയുടെ MD-യുമായി ചർച്ച നടത്തി നിലവിലുള്ള നിർമ്മാണങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും പുതിയ നിർമ്മാണങ്ങളുടെ പണി ഉടൻ ആരംഭിക്കുന്നതിന് നിർദ്ദേശം നൽകിയതായും MLA പറഞ്ഞു. കഴിഞ്ഞ ഒരു 3 വർഷമായി 2023 ഭരണാനുമതിയും സാങ്കേതികാനുമതിയും കിട്ടിയിട്ട് ഇപ്പോഴും പ്രവർത്തനം തുടങ്ങാൻ പറ്റാത്ത പല പദ്ധതികളോടെ കിടക്കുകയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് 16.2 കോടിക്ക് 2023 ഭരണാനുമതിയും സാങ്കേതികാനുമതിയും കൊടുത്തതാണ്. ആ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ റോഡുകളുടെയും നവീകരണങ്ങൾ, പ്രൊട്ടക്ഷൻ വർക്ക് ഉൾപ്പെടെ ചിപ്പിംഗ് കാർപ്പറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കാൻ വേണ്ടി 16.2 കോടി രൂപ 2023 AS-ഉം TS-ഉം കൊടുത്തതാണ്. 26-ആയിട്ടും തുടങ്ങാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഓരോരോ വിഷയങ്ങളായിട്ട് കിടക്കുകയായിരുന്നു. അത് സംബന്ധിച്ചുള്ള എല്ലാ തടസ്സങ്ങളും പരിഹരിച്ചിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. പുതിയ പ്രിൻസിപ്പലിനെയും സൂപ്രണ്ടിനെയും കുറവുള്ള ഡോക്ടർമാരെയും മറ്റു ജീവനക്കാരെയും ഉടൻ നിയമിക്കുമെന്നും നിയമനം ലഭിച്ചവരെ 3 വർഷത്തിനുള്ളിൽ മാറ്റുകില്ലെന്നും MLA പറഞ്ഞു. മെഡിക്കൽ കോളേജിലേക്കുള്ള പുതിയ റോഡുകൾ നിർമ്മിക്കുന്നതിന് എസ്റ്റിമേറ്റ് എടുക്കാൻ നിർദ്ദേശിച്ചതായും ഓക്സിജൻ പ്ലാന്റിലേക്കുള്ള വഴിയും കെട്ടിടത്തിന് പിന്നിലെ മണ്ണ് മാറ്റുന്നതിന് ഉടൻ നടപടി സ്വീകരിക്കുമെന്നും നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിന് കളക്ടറുടെ ചേംബറിൽ പ്രത്യേക യോഗം ചേരുമെന്നും റോയ് കെ പൗലോസ് MLA പറഞ്ഞു. മുൻ സർക്കാരിന്റെ കാലത്ത് നഴ്സിംഗ് കോളേജിന് അനുവദിച്ച 9 കോടി രൂപയും ചെറുതോണി ടൗൺ വികസനത്തിന് അനുവദിച്ച 5 കോടി ഉൾപ്പെടെ 18 പദ്ധതികൾക്ക് 35 കോടി രൂപ നഷ്ടപ്പെട്ടതായും MLA വ്യക്തമാക്കി. AP ഉസ്മാൻ, അനിൽ ആനിക്കാട്ട്, MK പുരുഷോത്തമൻ, ജോയി കൊച്ചുകരോട്ട്, അഡ്വക്കേറ്റ് അനീഷ് ജോർജ് എന്നിവരും MLA യോടൊപ്പം വാർത്താ സമ്മേളനത്തിലെത്തി. സിറ്റി വിഷൻ ഇടുക്കി.